നമസ്കാരം, ക്ലാസ്മേറ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സുകാർക്ക് നാളെ മാത്തമാറ്റിക്സിൻ്റെ എക്സാമാണ്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ന്യൂ പാറ്റേൺ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സോൾവിങ്ങും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ദ ഡിവിഷൻ ഓപ്പറേഷൻ ഇൻ കോളം എ ആർ കണക്റ്റഡ് വിത്ത് ദ ഫ്രാക്ഷൻസ് ഇൻ കോളം ബി. എയിൽ ഡിവിഷൻ ഓപ്പറേഷനും അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ബി കോളത്തിലുമാണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള എ ബി സി ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ എന്താ കാണിച്ചു തരാം. കോളം എയിൽ കൊടുത്തിരിക്കുന്ന ഹരണഫലമാണ് കോളം ബിയിലുള്ളത്. അവ ശരിയായി യോജിപ്പിച്ചത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്, എ ബി സി ഡി എന്നിങ്ങനെ കണ്ടല്ലോ. നമുക്കിനി ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കി ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് നമുക്ക് ചെയ്യാനുള്ള ആ ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 and 1/2 ഡിവൈഡഡ് ബൈ 3/4. നമുക്കറിയാം 1 and 1/2 ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. അത് നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 into 1 + 1 അല്ലേ? 2 into 1 ചെയ്യുക. അപ്പോൾ 2 into 1 2 തന്നെ കിട്ടും. ഇനി ഇവിടെയുള്ള ഈ 1ഉമായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 2 into 1 ചെയ്യുമ്പോൾ 2 into 1 ചെയ്യുമ്പോൾ 2 2 + 1 3. അപ്പോൾ 3 എഴുതി. ഡിവൈഡഡ് ബൈ 2 അതേപോലെ എഴുതി. ഇനി ഇവിടെ ഡിവൈഡഡ് ബൈ 3/4 ആണ് അല്ലേ? അപ്പോൾ എപ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോൾ ഈ 3/4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 3/4ൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 3/4ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 4/3. എന്നിട്ട് നമ്മൾ ആ ഇൻറ്റു അങ്ങ് കൊടുത്താൽ അത് ഡിവിഷൻ മാറി അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആവും. മനസ്സിലായോ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷൻ ചെയ്യാൻ പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3/2 ഇൻറ്റു 4/3 എന്നാവും. അതായത് 3/4ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/3 ആണ്. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് 3 ക്യാൻസൽ ചെയ്തു. 4ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വരും. ഇവിടെ ഒന്നുമില്ല. അപ്പം ഇവിടെ എത്ര ആൻസർ? 2. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ്? 1 and 1/2 ഡിവൈഡഡ് ബൈ 3/4ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ നോട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1 and 1/2 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ നമുക്ക് 1 and 1/2 മിക്സഡ് ഫ്രാക്ഷനാണ്. നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 3/2 എന്ന് വരും. ഇനി ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 3/4ൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കണം. 3/4ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/3. അപ്പോൾ അതിൽ 4ഉം 2ഉം ക്യാൻസലായിപ്പോയി, 3ഉം 3ഉം ക്യാൻസലായിപ്പോയി, ബാക്കി 2 മാത്രം. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് 2/3 ഡിവൈഡഡ് ബൈ 1/2. 2/3 ഡിവൈഡഡ് ബൈ 1/2 ആണ്. എങ്ങനെ ചെയ്യാനുള്ളത്? ഇവിടെ നമ്മൾ 2/3 അതേപോലെ എഴുതി. ഡിവിഷനാണ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 1/2ൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1. 2/1 ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക ആൻസർ എങ്ങനെ വരും? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും ഒന്നുമില്ല. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 4 ഡിവൈഡഡ് ബൈ 3 into 1 3. അപ്പോൾ 4/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ 4/3. അതിൻ്റെ നോട്ടാണ്. 2/3ഉം 1/2ഉം പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ? 2/3 ഇൻറ്റു 2/1 എന്ന് വരും അല്ലേ? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെയുള്ള ന്യൂമറേറ്റേഴ്സ് 2ഉം 2ഉം. അപ്പോൾ 2 into 2 4. ഡിനോമിനേറ്റേഴ്സ് 3ഉം 1ഉം. അപ്പോൾ 3 into 1 3. അപ്പോൾ നമുക്ക് ആൻസർ 4/3 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 1/4 ഡിവൈഡഡ് ബൈ 2 ആണ്. ഡിവൈഡഡ് ബൈ 2 എങ്ങനെ വരും? നമുക്കറിയാം 1/4. ഇവിടെ 1/4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2/1 എന്നാണ്. അപ്പം നമുക്കത് തന്നെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിലോട്ട് മാറ്റുമ്പോൾ ഈ 2/1 എന്നുള്ളത് എന്തായി മാറും? 1/2 ആവും. ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ന്യൂമറേറ്റേഴ്സ് ഇവിടെ നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 1 into 1 ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 1 into 1 അല്ലേ? 1. പിന്നെ ഡിനോമിനേറ്റർ 4 into 2 8. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ 1/8. അടുത്ത നമുക്ക് തന്നിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1/4 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 1/4നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിലോട്ട് മാറ്റുമ്പോൾ ഇൻറ്റു 1/2 ആവും. അതിൽ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അവ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 1. ഇനി ഡിനോമിനേറ്റേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 2 8. അപ്പം 1/8 എന്ന് വരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 and 1/2 ഡിവൈഡഡ് ബൈ 3/4. അതിൻ്റെ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 2. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ
സി. ഒന്നിൻ്റെ ആൻസർ സി ആണ് കിട്ടിയത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത്, അതായത് 2/3 ഡിവൈഡഡ് ബൈ 1/2 ചെയ്യുമ്പോൾ നമുക്ക് 4/3, ആ ഓപ്ഷൻ എന്ന് പറയുന്നത് എ. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ എ. മൂന്നാമത്തത് 1/4 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1/8 ആണ്. അപ്പോൾ അവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി. അപ്പം 3B. അപ്പോൾ 1C 2A 3B. ഇങ്ങനൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? 1C 2A 3B എന്നുള്ളത് ഓപ്ഷൻ ഡി അല്ലേ? 1C 2A 3B. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാ ഇവിടെയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 ആണ്, അത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4/3 ആണ്, അത് ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/8 ആണ്, അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 1C 2A 3B എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് ഡി ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? ഡി ഓപ്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഇസ് ഗിവൺ ബിലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസണും താഴെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രസ്താവന, റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്. 8 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചാൽ ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ 8/6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. ഓരോ ബോട്ടിലും 8/6 ലിറ്റർ പാല് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രസ്താവന. ഇനി അതിൻ്റെ റീസൺ താഴെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് റീസൺ? 8/6 മീൻസ് 6 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 8. 8/6 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 6നെ 8ആയിട്ട് ഈക്വൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. 6നെ 8ആയി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ, ഫൈൻഡ് വിച്ച് ഈസ് കറക്റ്റ്. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ റീസണും പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് നോക്കിയോളൂ. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് ആണ്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, പക്ഷേ റീസൺ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. അടുത്ത ഓപ്ഷൻ ഇതാണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, പക്ഷേ റീസൺ റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് റീസണും കറക്റ്റ് അല്ല. ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രസ്താവനയും കാരണവും കൊടുത്തിരിക്കുന്നു. പ്രസ്താവന 8 ലിറ്റർ പാൽ ഒരുപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 8/6 ലിറ്റർ ആണ്. കാരണം 8/6 എന്നാൽ 6നെ 8ആയി ഭാഗിച്ചതിൽ 1 പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ചുവടെയുള്ളവയിൽ ശരിയേതെന്ന് കണ്ടെത്തുക. പ്രസ്താവനയും കാരണവും ശരി, പ്രസ്താവന തെറ്റ്, കാരണം ശരി. പ്രസ്താവന ശരി, കാരണം തെറ്റ്. പ്രസ്താവനയും കാരണവും തെറ്റ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 8 ലിറ്റർ പാൽ ഒരുപോലെയുള്ള 6 കുപ്പികളിലാണ് നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 8/6 ലിറ്റർ ആണ് എന്നാണ് തന്നിട്ടുള്ളത്. ടോട്ടൽ പാലിൻ്റെ അളവ് എത്രയാണ്? 8 ലിറ്റർ ആണ്. ഇത് എത്ര കുപ്പികളിലാണ് നിറച്ചത്? 6 കുപ്പികളിലായിട്ടാണ് നിറച്ചത്. അപ്പോൾ ടോട്ടൽ 8 ലിറ്റർ പാല് 6 കുപ്പികളിലായിട്ട് നിറയ്ക്കുമ്പോൾ അതിൽ ഒരു കുപ്പിയിലെ പാലെന്ന് പറയുന്നത് ഇത്രയായിരിക്കും, 8/6 ലിറ്റർ ആയിരിക്കും. അതായത് മൊത്തം 8 ലിറ്റർ പാലുണ്ട്. മൊത്തം 8 ലിറ്റർ പാലിന് നമ്മൾ എത്ര കുപ്പികളിലായിട്ടാണ്, എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 6ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുക മീൻസ് നമ്മൾ ഡിവൈഡഡ് ബൈ ഇട്ടിട്ട് താഴെ 6 എഴുതണം, അതാണല്ലോ. അപ്പം ഇത്രയായി 8/6. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് filled in 6 identical bottles, each bottle contained 8/6 liters of milk അല്ലേ? അതായത് 8 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 8/6 ലിറ്റർ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ പ്രസ്താവന അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. എന്താണ്? 8/6 മീൻസ് 6 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 8. 8/6 എന്ന് പറഞ്ഞാൽ അതിനെ മീൻ ചെയ്യുന്നത് 6നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6നെ ഈക്വലായിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണെന്ന്. 6നെ നമ്മൾ ഈക്വലായിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇവിടെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 6 കൊണ്ടാണ് അല്ലേ? ഇവിടെ 8നെ ഈക്വലായിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. 8നെ ഈക്വലായിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് 6നെ 8ആയി ഭാഗിച്ചു എന്നാണ്. 6 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 8. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ റീസൺ ഇവിടെ തെറ്റാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പ്രസ്താവന ശരി, കാരണം തെറ്റ്. അപ്പോൾ ഇവിടുത്തെ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം.
അപ്പം നമ്മൾ അവിടെ ചെയ്തത് വെച്ചിട്ട് നോക്കിയോളൂ, 8 ലിറ്റർ ഓഫ് മിൽക്ക് 6 ഐഡൻറ്റിക്കൽ ബോട്ടിൽസിൽ നിറച്ചു, അങ്ങനെ ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻസ് 8/6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? മൊത്തം 8 ലിറ്റർ മിൽക്ക് ഉണ്ട്, അത് 6 ബോട്ടിലിൽ നിറയ്ക്കുമ്പോൾ ഒരു ബോട്ടിലുള്ള പാലിൻ്റെ അളവ് 8/6 ലിറ്റർ ആണ് അല്ലേ? അതായത് 8 ബോട്ടിലിനെ നമ്മൾ 6ആയിട്ട് ഭാഗിച്ചു, 6ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ 8/6 ലിറ്റർ ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു റീസൺ എന്താണ്? 8/6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ 6 ഈക്വലി ഡിവൈഡഡ് ബൈ 8 എന്ന് ആണോ? അല്ല, 8 ഈക്വലി ഡിവൈഡഡ് ബൈ 6 എന്നാണ്. അപ്പോൾ അവിടുത്തെ റീസൺ എന്താണ്? തെറ്റ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ശരി, റീസൺ തെറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇവിടെ ABCD എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ ബിയിൽ 2 ഓപ്ഷൻസ് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ബിയിൽ ഒന്നാമത്തെ ഓപ്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. കണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും റീസൺ റോങ്ങും ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ. നോക്കളൂ, പ്രസ്താവന 8 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് എത്രയാണ്? മൊത്തം 8 ലിറ്റർ ഉണ്ട്. എത്ര കുപ്പികളിലായിട്ടാണ് നിറയ്ക്കുന്നത്? 6 കുപ്പികളിലായിട്ട് അല്ലേ? അപ്പോൾ 8 ലിറ്റർ പാലിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 8/6 ലിറ്റർ ആണ് ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി കാരണം നോക്ക്, 8/6 എന്നാൽ 6നെ 8ആയി ഭാഗിച്ചതിൽ ഒന്നാണ്. ആണോ? 8/6 എന്നാൽ 8നെ 6ആയി ഭാഗിച്ചതിൽ 1 അല്ലേ? ഡിവൈഡഡ് ബൈ 6 എന്ന് കിടന്നാൽ അതിനെ 6ആയിട്ടാണ് ഭാഗിക്കുന്നത്. ഡിവൈഡഡ് ബൈ 4 കിടന്നാൽ അതിനെ 4ആയിട്ടാണ് ഭാഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? 8നെ 6ആയിട്ട് ഭാഗിച്ചതിൽ 1 എന്നതാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ അത് റോങ് ആണ്. പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? സി ഓപ്ഷനാണ്. പ്രസ്താവന ശരി, കാരണം തെറ്റ് എന്നുള്ളത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മുകളിലൊരു ഫിഗർ കൊടുത്തത്. ഇൻ ദ ഫിഗർ ഷെയ്ഡഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫ്രാക്ഷൻസ്. See the statements Babu wrote related to this. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പാർട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് 2 ഫ്രാക്ഷൻ്റെ പ്രോഡക്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാബു അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2/5 പാർട്ട് ഓഫ് 2/3, 2/5 പാർട്ട് ഓഫ് 2/3 അല്ലേ? ആ 2/3യുടെ 2/5 ഭാഗം. അടുത്തത് 1/3 പാർട്സ് ഓഫ് 2/5. എന്താണ്? 2/5ൻ്റെ 1/3 പാർട്ട്. അടുത്തത് 4/5 പാർട്സ് ഓഫ് 2/3. 2/3യുടെ 4/5 പാർട്ട്. 4/15 പാർട്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ. ആ ലാർജ് ട്രയാങ്കിളിൻ്റെ 4/15 പാർട്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാബു കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? മുകളിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്?